ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏതു പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ. അത് ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? നീലഗിരി. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണ്? ഉത്തരം മഞ്ചീര. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണ്? മഞ്ചീര. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം? 1985. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1985. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാം? തിരമാല, സൗരോർജ്ജം, കാറ്റ്, ഇവയെല്ലാം. ഏതാണ് ഉത്തരം? ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം ബാലഗംഗാധര തിലകൻ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഉത്തരം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 2022 ധാക്ക രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കൂഴങ്ങൾ. 2022 ധാക്ക രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? കൂഴങ്ങൾ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ? ഉത്തരം A.N. ഷംസീർ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ A.N. ഷംസീർ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല? പ്രാഥമിക മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയാണ് പ്രാഥമിക മേഖല. 15ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? A.K. ശശീന്ദ്രൻ. 15ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത്? 1995. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം? 1995. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി? കൃഷ്ണ. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. കേരളത്തിൽ അയിത്തോച്ചാടന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യ സമരം? വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ അയിത്തോച്ചാടന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യ സമരമാണ് വൈക്കം സത്യാഗ്രഹം. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം? 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാണ്? 1949 ജൂലൈ 1. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട് സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. താഴെ തന്നിരിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിരേതാണ്? ബോക്സൈറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിരേതാണ്? ബോക്സൈറ്റ്. ഇന്ത്യയിൽ കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടില്ലാത്ത വർഷം തന്നിരിക്കുന്നതിൽ ഏതാണ്? 1954. ഇന്ത്യയിൽ കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടില്ലാത്ത വർഷം ഏതാണ്? 1954. വടക്ക് ആൻഡമാൻ ദ്വീപുകളെയും തെക്ക് നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്ന കടലേത്? 9 ഡിഗ്രി ചാനൽ. വടക്ക് ആൻഡമാൻ ദ്വീപുകളെയും തെക്ക് നിക്കോബാർ ദ്വീപുകളെയും വേർതിരിക്കുന്ന കടലേതാണ്? 9 ഡിഗ്രി ചാനൽ. കളരിയുമായി ബന്ധപ്പെട്ട കലാരൂപം തിരഞ്ഞെടുക്കുക. ഏതാണ്? കണിയാർകളി. കളരിയുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ്? കണിയാർകളി. രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി? ബാലഗംഗാധര തിലക്. രാജ്യത്തിന് സ്വയം ഭരണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി ആരാണ്? ബാലഗംഗാധര തിലക്. അടുത്തിടെ അന്തരിച്ച മുൻ റിസർവ് ബാങ്ക് ഗവർണർ? എസ് വെങ്കിട്ടരാമൻ. അടുത്തിടെ അന്തരിച്ച മുൻ റിസർവ് ബാങ്ക് ഗവർണർ എസ് വെങ്കിട്ടരാമൻ. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തി താഴെ തന്നിരിക്കുന്നതിൽ ആരാണ്? ഉത്തരം ഫാത്തിമ ബീവി. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഫാത്തിമ ബീവി.
2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏതു രാജ്യത്ത് വെച്ചാണ്? ഉത്തരം ചൈന. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ചൈന. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? ഉത്തരം സെപ്റ്റംബർ. പി. വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ഉത്തരം നിഴലുറങ്ങുന്ന വഴികൾ. പി. വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതി നിഴലുറങ്ങുന്ന വഴികൾ. ലോക ടെലിവിഷൻ ദിനം നവംബർ 21. ലോക ടെലിവിഷൻ ദിനമെന്നാണ് നവംബർ 21. 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി പെരുമാൾ മുരുകൻ. 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പെരുമാൾ മുരുകൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. താഴെ തന്നിരിക്കുന്നതിൽ പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ലോഹ സ്വഭാവം കൂടുതലാണ്. പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതാണ് ലോഹ സ്വഭാവം കൂടുതൽ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര്? റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ഉത്തരം സാന്ദ്രത. താഴെ തന്നിരിക്കുന്നതിൽ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കാത്ത ഘടകമാണ് സാന്ദ്രത. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻസ്: റൈബോസോം, ഗോൾഗി വസ്തുക്കൾ, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, ലൈസോസോം. ഏതാണ്? ലൈസോസോമാണ്. ഒറ്റപ്പെട്ടത് ഏതാണ്? ലൈസോസോം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഉത്തരം ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ. ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം എന്താണ്? പ്രോട്ടീനിൻ്റെ കുറവ്. ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം പ്രോട്ടീനിൻ്റെ കുറവാണ്. ചാന്നാർ ലഹള നടന്ന വർഷം? ഉത്തരം 1859. ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ? ഉത്തരം ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിബായി. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1950. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം? 1947. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം 1947 ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരം ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയുടെ പീറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന സ്ഥലം? ജംഷഡ്പൂർ. ഇന്ത്യയുടെ പീറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ജംഷഡ്പൂർ. പാലിൻ്റെ pH മൂല്യം 6.5 മുതൽ 6.7 വരെയാണ്. പാലിൻ്റെ pH മൂല്യം 6.5 മുതൽ 6.7 വരെ. പന്നിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി? പന്നിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? വൈറസ്. പന്നിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ്. കാക്കേ കാക്കേ കൂടവിടെ എന്ന് തുടങ്ങുന്നത് ആരുടെ വരികളാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കാക്കേ കാക്കേ കൂടവിടെ എന്ന് തുടങ്ങുന്നത് ആരുടെ വരികളാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം? ഇന്ത്യ. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. സസ്തനികൾക്ക് പുറമെ ഹൃദയത്തിന് 4 അറകളുള്ള മറ്റൊരു ജീവി വിഭാഗം ഏതാണ്? പക്ഷികൾ. സസ്തനികൾക്ക് പുറമെ ഹൃദയത്തിന് 4 അറകളുള്ള മറ്റൊരു ജീവി ഏതാണ്? പക്ഷികളാണ്. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക്ക സൈലേനസ്. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സൈലേനസ്. 1952 ആലുവയിൽ കേരള കലാലയം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. 1952 ആലുവയിൽ കേരള കലാലയം സ്ഥാപിച്ചതാരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ.
എൽ സുബ്രഹ്മണ്യം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലിൻ. എൽ സുബ്രഹ്മണ്യം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലിൻ. സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിനം 1950 ജനുവരി 28. സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിനം 1950 ജനുവരി 28. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? പ്രസിഡൻ്റാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡൻറ്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.